രണ്ടാമത് പിണറായി വന്നപ്പോൾ പറഞ്ഞു ഒന്നാം പിണറായി ആയിരുന്നു നല്ല ഭരണം, രണ്ടാം പിണറായി അത്ര പോരാ. ഒന്നാം പിണറായിയുടെ കാലത്തെ മന്ത്രിമാരായിരുന്നു മികച്ച മന്ത്രിമാർ അല്ലേ. എന്നാൽ ഒന്നാം പിണറായിയുടെ കാലത്തെ മന്ത്രിമാരെക്കുറിച്ച് എന്താ പറഞ്ഞത്? കോവിഡ് കള്ളി അല്ലേ, മറ്റേ കന്നഡ വാങ്ങിയതിൽ അഴിമതി നടത്തിയ മന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങളുടെ പെരുമഴയാണ് ഒന്നാം പിണറായി കാലത്തുണ്ടായത്. ഒന്നാം പിണറായി കാലത്ത് പറഞ്ഞു യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ വി എസ് ആയിരുന്നു പറഞ്ഞു. അപ്പോൾ വി എസിൻ്റെ കാലത്തന്ന് പറഞ്ഞത് വി എസ് ഒന്നും പോരാ, അതൊക്കെ ജനകീയ മുഖ്യമന്ത്രി നായനാരായിരുന്നു എന്നാണ് പറഞ്ഞത്. നായനാരുടെ കാലത്ത് പറഞ്ഞത് അതൊക്കെ അച്യുതമേനോനായിരുന്നു മികച്ചത്. അച്യുതമേനോൻ്റെ കാലത്ത് പറഞ്ഞത് അതൊക്കെ ഇ എം എസിൻ്റെ കാലം. ഇ എം എസിനെ വിളിച്ചത് കക്കാ വിക്കാ നമ്പൂരി എന്നാണ്. അതുകൊണ്ട് ഈ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ഇടതുപക്ഷത്തെ നന്നാക്കി കളയാം എന്ന വ്യാജേന നടത്തുന്ന ഉപദേശങ്ങൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഇപ്പം എങ്ങനെയെങ്കിലും ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആരാ ഇവിടെ വരേണ്ടത്? ആര് വരണം എന്നാണ് പറയുന്നത്? ബി ജെ പിക്ക് അവസരം ഒരുക്കി കൊടുക്കണോ? ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിന് അവസരം ഒരുക്കി കൊടുക്കണോ? എന്തായിരുന്നു കോൺഗ്രസ്സിന് ഭരണം കിട്ടിയപ്പോഴുണ്ടായിരുന്ന കേരളത്തിൻ്റെ അവസ്ഥ? നമുക്ക് പറയാൻ പറ്റുമോ? കുട്ടികൾക്ക് ടി വി തുറക്കാൻ പറ്റുമായിരുന്നു? ടി വി തുറന്നാൽ എന്താണ് പുറത്തു വരിക എന്നല്ലേ? ഭരണം ഇല്ലാത്തപ്പോൾ തന്നെ ഒരു യുവ എം എൽ എയുടെ ധാർഷ്ട്യവും അയാളുടെ ഇടപെടൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.